എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ റിയോയുടെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ്. അപ്പം അതിൽ പറയുന്നത് വെച്ചാൽ റിയോക്ക് എല്ലാത്തിലും ആർട്സിലും സ്പോർട്സിലും എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നു. അവൻ പഠിത്തത്തിൽ ഫസ്റ്റ് ആയിരുന്നു. അവൻ ഈ സ്കൂളിൽ എല്ലാവരുടെയും കണ്ണിലൂടെയാണ്, ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും പ്രിൻസിപ്പൽ എല്ലാവരും കണ്ണിലൂടെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം പോവുകയായിരുന്നു. അപ്പോഴായിരുന്നു അവൻ ഫുട്ബോളെ കുറിച്ച് കേൾക്കുകയും ജർമ്മനിയിലെ വേൾഡ് കപ്പ് കാണുകയും ചെയ്യുന്നു. അപ്പം റിയോക്ക് തോന്നുന്നു, എനിക്ക് ഇനി ഒന്നും കണ്ടിട്ടില്ല, എന്നൊന്നും തീർക്കാണ്ടെന്ന് വിചാരിച്ച് കള്ളം വരുന്നു. എനിക്ക് ഇനി ഒരുപാട് കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. എനിക്ക് വേൾഡ് കപ്പ് കിട്ടണം ജപ്പാന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് റിയോ കളിക്കുകയാണ്. റിയോ പറയുന്നു, നാഗി നീ എൻ്റെ മേത്ത് കണ്ണുവെക്കണം, എൻ്റെ കളിയാണ് എന്ന് പറയുന്നു. നാഗി ശരിയെന്ന് പറയുന്നു. നമ്മൾ ഈസാക്കിനെ കാണിക്കുന്നത് അവരാണുള്ള ആ ഗോളിരുന്നാണ് നമ്മൾ ഈസാക്കി അടിച്ച ഗോള്. ഈസാക്കി എല്ലാ ഡിഫൻഡേഴ്സിൻ്റെയും അവിടെയുള്ള എല്ലാവരെയും ഇതിൽ കൂടെ മാറിയിട്ട് ഒരു കിടുക്കാച്ച് ഗോൾ അടിച്ചു. അതും ജെറ്റ് വിട്ട പോലെ തന്നെ. ആരും പ്രതീക്ഷിക്കാത്തൊരു ഗോളായിരുന്നു. ഇപ്പോഴത്തെ ദിവസത്തേക്ക് ഒരു അത്ഭുതം പോലെയായിരുന്നു ആ ഗോള്. ഇസാക്കിയോട് വയ്ക്കുന്നു, ഇസാക്കി നിനക്കിങ്ങനെ സാധിക്കും ഗോളടിക്കുക എന്ന് പറയുന്നു. ഇപ്പോൾ ഇസാക്കി പറയുന്നുണ്ട്, എനിക്കത് കറക്റ്റായിട്ടൊന്നും അറിയില്ല, കാരണം എനിക്ക് ഇവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളെ ഹിയോറിയോ അവൻ പറഞ്ഞെന്ന്, അതുകൊണ്ട് ഞാൻ ചെയ്തു. അത് എൻ്റെ ബോഡിയും എൻ്റെ മൈൻഡും ഒക്കെ ഒരുമിച്ച് ഞാൻ കൊണ്ടുവന്നു. അത് കാരണം എനിക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കണ പെട്ടെന്ന് നോക്കി ഹിയോറിയോ എന്ന് പറയുന്നത്. ഐസാക്കി നീ അറിഞ്ഞിട്ട് ശരിയുള്ള അടിച്ച ഗോൾ നോക്കണോ? ഞാൻ പറഞ്ഞ പോലെ അല്ല ഗോൾ വന്ന്, കാരണം നിൻ്റെ ഒരുപാട് ഇതുണ്ട്. ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ബ്ലോക്സ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ബ്ലോക്സ് വെച്ചൊരു ഗെയിം കളിക്കുക, തുടക്കത്തിന് സ്ലോ ആയിട്ട് കളിക്കുക, നീ പെട്ടെന്ന് ജയിക്കും. പക്ഷെ ഇത് ഹാർഡായി വന്ന് സ്പീഡിൽ വന്ന് നിനക്ക് ചെയ്യാൻ പറ്റില്ല. ചിന്തിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പറ്റും, കാരണം ഇതിൽ മാസ്റ്ററായി ഉണ്ടാവും. അതേപോലെ തന്നെ നീ ഈ ഗെയിമിലും നീ രണ്ടും ഒരുമിച്ച് ചെയ്യണം. നമ്മൾ അടുത്ത പീസ് എങ്ങനെ വെക്കേണ്ടതെന്നും അടുത്ത ഒഴിവുള്ള ഭാഗം ഏതാണെന്നും കണ്ടുപിടിക്കണം നീ. എന്നിട്ട് നീ ആ ഭാഗത്ത് പോയി അവിടുത്തെ ഭാഗം ഫില്ലാക്കി നീ പാസ്സൊക്കെ ഗോളടിച്ച് തീർക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നീ മാച്ച് കളിക്കുമ്പോൾ ഞാൻ പാസ് തന്നില്ലേ, അതൊരു പീസാണ്. അതേപോലെ തന്നെയാണ് നീ കളിക്കേണ്ടത്. നീ നിൻ്റെ റിഫ്ലക്ഷൻ മനസ്സിലാക്കി കാരണം നിനക്ക് ആ ഗോളിക്കാൻ പറ്റി. നിൻ്റെയും ഷിഡോയുടെ ഉള്ളിൽ കൂടെ നീ അപ്പോൾ ആ പീസുകളൊക്കെ നീ കണ്ടുപിടിച്ച് ആ പീസുകളൊക്കെ അവിടെ വെച്ച ശേഷം നിനക്ക് ഗോളടിക്കാൻ പറ്റി. അതേപോലെയാണ് നീ നല്ലോണം കളിച്ചു, കാരണം നിൻ്റെ ഉള്ളിൽ കഴിവുണ്ട്. നീ ഇതായിട്ട് ആക്കി തുറന്നിട്ടില്ല, നീ ഒരു ഭാഗം മാത്രമേ തുറന്നിട്ടുള്ളൂ. നീ ഫുള്ളോ തുറക്കാൻ നീ അത് ഒരുപാട് ട്രെയിനിങ് ചെയ്ത് തീർക്കണം എന്ന് പറയും. ഫിസാക്കി ആലോചിക്കും, എൻ്റെ കൂടെ ഒരുപാട് പവർ ഉണ്ടല്ലേ, എനിക്കത് പുറത്തെങ്ങനെയും കൊണ്ടുവരണം എല്ലാവരെയും കാട്ടിയുമെന്ന് പറയുന്നു. പിന്നെ എനിക്ക് മാച്ചാണ്, ടീം എയും ടീം സിയുടെയും മാച്ചാണ്. നമ്മൾ കളി ഇറങ്ങുകയാണ്. കളി തുടക്കത്തിന് നമ്മൾ റിയോടെ ബോൾ റിയോ നാഗിക്ക് ഇട്ട് കൊടുക്കും. നാഗി വീണ്ടും റിയോക്ക് ഇട്ട് കൊടുക്കും. റിയോ ആലോചിക്കും, അന്ന് ഞാൻ നാഗിനെ നോക്കേണ്ടത്, പക്ഷെ നാഗി എന്നെ ഒഴിവാക്കി പോയി. ഇപ്രാവശ്യം അത് നടക്കില്ല, നാഗിയുടെ അപ്പം നിൽക്കപ്പോഴെന്ന് പറഞ്ഞിട്ട് നാഗിക്ക് പാസ് ഇട്ട് കൊടുക്കണം. നാഗി വീണ്ടും പാസ് ഇട്ട് കൊടുക്കണം. പാസ് ചെയ്ത് അവിടുത്തെ എല്ലാ ഡിഫൻഡേഴ്സിനെയും കടന്ന് അവസാനം നമ്മൾ ഒരു ഷോട്ട് എടുക്കുകയാണ് നാഗിക്ക് പാസ്. പക്ഷെ അവിടുത്തെ ഒരു തോട്ടിക്ക് വന്നിട്ട് ആ പാസ് നേരെ നമ്മൾ ഇട്ട് കൊടുക്കാറ്. പിന്നെ ഉള്ള പോകുമ്പോൾ നമ്മൾ ഈ ഗ്രാഷ് കളിക്കുന്നു, നമ്പർ 1 പാസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ ഗ്രാഷ് കിട്ടി ഗ്രാഷ് ബോൾ ഇട്ടുമ്പോഴാണ് അവൻ ഫ്രണ്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഷിഡോറിനും ഫ്രീ ആണ്. അപ്പോൾ ഷിഡോ പറയുന്നു, രായ്ക്ക് പാസ് ഇട്ടാണ് നിന്നെ കൊല്ലോടാ എന്ന് പറഞ്ഞ് ഈ ഗ്രാഷിൽ പേടിപ്പിക്കുന്നു. ഈ ഗ്രാഷിൽ ഒരു പാസ് ഇട്ട് കൊടുക്കും. പക്ഷെ അവിടെ ഗഗമാറുണ്ടല്ലോ, അവൻ ഇതേപോലെ നമ്മൾ ഷിഡോയിൽ ഫ്ലെക്സിബിലിറ്റി പവറുള്ള കാരണം ആ ബോൾ നമ്മളെ ഗഗമാർ കളയാണ് മേലൊക്കെ ഇട്ടിട്ട്. ആ ബോളാണ് നേരെ പോയിട്ട് നമ്മൾ യുക്കിമി എത്തിക്കണോ. യുക്കിമി പറഞ്ഞു, ഈ ലോകത്ത് എന്നെക്കാട്ട് സ്പീഡിൽ ആരുമില്ല എന്ന് പറഞ്ഞാൽ പോവുകയാണ്. ഈ ലോകത്ത് 1-on-1 മാച്ച് കളിക്കാൻ എന്നെക്കാട്ടും വേറെ ആരുമില്ല, ഞാൻ 1-on-1 എംപയർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്പീഡിൽ പോവാണ്. ഈ ജപ്പാനിൽ ഏറ്റവും മികച്ച പ്ലെയർ ഞാനാണെന്ന് പറയുന്നു. പിന്നെ ഞാൻ ഷിഡോ അടുത്ത് പോകുന്നു. ഷിഡോടാണ് ബോളും അവിടെ നിന്നും നമ്മൾ ഷിഡോനെ വെട്ടിമാറ്റി പോകുന്നു. റിയോ ആണുള്ളത് കണ്ട് അതിശയപ്പെടുന്നുണ്ട്, ഇവന് ഒരുപാട് സ്പീഡുണ്ട്, ഇവൻ ബെസ്റ്റ് പ്ലെയറാണെന്ന് പറയുന്നു. പിന്നെ നമ്മളെ മുമ്പിൽ 2 ഡിഫൻഡേഴ്സ് മാത്രമല്ലോ. അപ്പം റിയോ കീമിയ പാസ് ടൈം ചോദിക്കുന്നു. കീമിയ നോക്കാണ്ട് നേരിട്ട് നമ്മളെ പോസ്റ്റ് കളിക്കുന്നു. എല്ലാം വിചാരിച്ചു അതൊരു മിസ് ഗോളാവുന്നു. പക്ഷെ അവിടേക്ക് എല്ലാവരും സേവ് ചെയ്യാമെന്ന് നോക്കിയാൽ ആര്യ ഒന്ന് കളയാൻ നോക്കുന്നു.
പക്ഷെ അവിടേക്ക് വേറൊരാൾ അതിൻ്റെ മുമ്പ് വീഴുന്നു. എന്നിട്ട് ആ ബോൾ അതെടുക്കുന്നു. എന്നിട്ട് പറയുന്നു അതെൻ്റെ ഗോളാണിട്ട് ഗോളടിക്കുന്നു. അത് നാഗിയായിരുന്നു. നാഗി ഗോളടിച്ച് സോറി എന്ന് പറയുന്നു നമ്മളുടെ യുക്കീമിയോട്. നിൻ്റെ ഗോളായിരുന്നു എന്ന് പറയുന്നു. നമ്മൾ റിയോ ആലോചിക്കുന്നു. ഇവർ 2 പേർ നല്ലോണം വളർന്ന് ഇവരാണ് ടോപ്പ് 6. എനിക്കിവരത്ര എത്തില്ല, പക്ഷേ ഞാൻ എൻ്റെ സ്കില്ല് വെച്ചിട്ട് ഞാൻ ജയിക്കും. ഇവർ രണ്ടാളും സ്കില്ല് കാരണം മനസ്സിലാവും ടോപ്പ് 6ൽ വരാനുള്ള കാരണം ഇത് തന്നെയായിരിക്കുന്നത്. വേറെ ഒരു ലെവലാണ് ടോപ്പ് 6 എന്ന് പറയും. നമ്മളെ നാഗിയെ നല്ല കൺട്രോൾ ചെയ്യുന്നു. നാഗി പറയും സോറി നിൻ്റെ ഗോൾ ഞാൻ എടുത്തേന് എന്ന് പറയും. പിന്നെ നമ്മൾ റിയാലിക്കും ഓരോരുത്തർക്ക് ഓരോ സ്കില്ലുണ്ടാവും. അവർക്കത് 100% ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ സ്കില്ലിലേക്ക് 99% എടുക്കാറ്റുള്ളൂ എന്ന് നമ്മളെ റിയോ ആലോചിക്കും. റിയോ വേറൊരു കാര്യം കൂടി ആലോചിക്കും. അവൻ ഈ മാച്ച് തോറ്റാൽ പിന്നെ എല്ലാം പഠിച്ച് വലിയ ജോലി എടുത്ത് അച്ഛനെ പോയി നോക്കേണ്ടി വരും. അവൻ്റെ അച്ഛൻ്റെ പോലെ വളരണം. അതിന് മേലെ ഇങ്ങനെ ജോലി എടുത്ത്. പക്ഷേ റിയോക്ക് അത് ഒട്ടും ഇഷ്ടമില്ല. റിയോ പറയും എനിക്കിത് ഒട്ടും ഇഷ്ടമില്ല, എനിക്ക് ഫുട്ബോളിൽ പോകണം, എനിക്ക് ഇവിടുന്ന് ഏറ്റവും വലിയ പ്ലെയറാണെന്ന് പറഞ്ഞിട്ട് ബോൾ എടുത്തിട്ട് പാസ് കൊടുക്കുകയാണ് നമ്മൾ നാഗിക്ക്. എന്നിട്ട് നാഗി വീണ്ടും റിയോക്ക് പാസ് ഇട്ട് കൊടുക്കുകയാണ്. അവർ പാസ് ചെയ്ത് വീണ്ടും റിയോക്ക് കിട്ടണം. റിയോ പറയും ഇത് ഞാൻ എൻ്റെ ടൈമാണെന്ന് പറഞ്ഞിട്ട് നാഗി ഞാൻ പാസ്സായില്ല പറഞ്ഞിട്ടൊരു അടിക്കുകയാണ്. നോക്കിയപ്പോൾ നമ്മൾ യുക്കീമയുടെ പോലത്തെ ഒരു ഷോട്ടായിരുന്നു, നേരെ പോയി ഗോളാവണത്. എല്ലാവരും പറയും റിയോ അത് വമ്പൻ ഗോളായിരുന്നു, നീ അത് കോപ്പി ചെയ്തു, ഇത് എത്ര നല്ല കോപ്പി ചെയ്യാൻ പറ്റില്ല ആർക്കും എന്ന് പറഞ്ഞിട്ട് ആ ഗോൾ നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും കളി ഉറങ്ങുകയാണ്. വീണ്ടും നമ്മളെ ടീം ഗോൾ അടിക്കുകയാണ്. പിന്നെ നമ്മൾ ഹീറോ പറയും 99% മാത്രമേ അവന് നോക്കാൻ പറ്റുള്ളൂ, 100% ആർക്കും പറ്റില്ല, ഇത് വേറെ ആളൊരു ഇതാണ് സ്കില്ലാന്ന് പറയും. പിന്നെ അവർക്ക് റിയോ വിചാരിക്കും 5-3 തോറ്റ് സാരില്ല, നാഗിയാകുമ്പോഴേക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ലേ എന്ന് വിചാരിക്കും. അപ്പം നാഗി എന്ന് പറയും ഞാൻ നീ നന്നോളം കളിച്ചല്ലേ എന്ന് പറയും. അപ്പം നമ്മളെ റിയോ പറയും നിൻ്റെ അത്ര ഞാൻ കളിച്ചിട്ടില്ല, പക്ഷേ ഒരു ദിവസം ഞാൻ നിൻ്റെ പോലെ എത്ര വരും, ഞാൻ തോപ്പിക്കുമെന്ന് പറയും. അപ്പം നമ്മൾ നാഗി പോവും. അപ്പോൾ നാഗി പോകുമ്പോൾ പറയും എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് നമ്മൾ ജപ്പാൻ Under-20 യൂണിയൻ്റെ ആൾക്കാരാണ്. അവിടെ നമ്മൾ സായി വരുന്നു. അപ്പോൾ അവിടെ അവൻ്റെ കൂടെ അവൻ്റെ അസിസ്റ്റൻ്റ് വരുന്നുണ്ട്. മാനേജറിനെയും ചെയർമാനെയും കാണിക്കും. അപ്പോൾ നമ്മൾ സായി ചോദിക്കും ഈ 2 മണ്ടന്മാരാരും ചോദിക്കും. രണ്ടാളും കാണിക്കും ഇങ്ങനെ കിളിപോയ പോലെ. അപ്പോൾ നമ്മളെ സായി പറയും എനിക്ക് സ്ഥലമൊന്നും ഇഷ്ടമായില്ല, പൊട്ട പ്ലെയേഴ്സും കളിയും എന്ത് ബ്ലൂ ലോക്കെ ജയിക്കുന്നുണ്ടല്ലോ നിലക്കാണെങ്കിൽ എനിക്ക് ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്ങനെയാണെങ്കിൽ എന്നാൽ നമുക്ക് പോവാന്ന് പറയും. അപ്പം നമ്മളെ പൂവാക്കുമ്പോൾ നമ്മൾ വിളിക്കുമെന്ന് പറയുന്നത് സാർ നിൽക്ക് സായി നിൽക്ക് കാര്യം പറയാണ്ട് ഫോർവേഡ്സിനൊക്കെ മാറ്റാം, നിങ്ങൾ പറഞ്ഞ ആര് വേണം കൊണ്ടുവരാന്ന് പറയും. അപ്പം സായി പറയും അങ്ങനെയാണോ, എന്നാൽ ബ്ലൂ ലോക്കിൽ ടേബിളുണ്ട്, എനിക്ക് അവനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. പുതിയ എപ്പിസോഡ് നാളെ വരാം.